പൽഗുണ മുട്ടയിലെങ്ങിരുന്നാടാ പൽഗുണ മുട്ടയിലെങ്ങിരുന്നേ ഇങ്ങനല്ല സറണ്ടർ അടിച്ചില്ലേടാ കണ്ടി സറണ്ടർ അടിച്ചില്ലേടാ കണ്ടി പാന്റും ബനിയനും അങ്ങ് ഊരിട്ടെ സറണ്ടർ അടിച്ച് എവിടെയെങ്കിലും നീ ഒരു കാര്യം ചെയ്യേ നീ ഒന്ന് മുട്ടൽ എഴഞ്ഞാ താഴെ കിടന്നു നീ ഒന്ന് മുട്ടൽ എഴഞ്ഞ് കാണട്ടെ അയ്യോ വയ്യായെന്നോട് പറഞ്ഞു അയ്യോ വയ്യായെന്നോട് പറഞ്ഞേ അയ്യോ വയ്യ തല്ലല്ലേ വേറെ പോയിട്ടവാ എനിക്കിനി വയ്യ അങ്ങനെ പറഞ്ഞേടാ അങ്ങനെ പറഞ്ഞേടാ പറഞ്ഞു കൊടുക്കണ മേളിച്ചൊന്ന് വായിക്കാനാടാ നീ ഇവിടെ പിയർ കാണിക്കുന്ന സമയം തൊട്ടേ നിന്റെ ടൈം സ്റ്റാർട്ട് ലോസ്റ്റ് ആയിട്ടുള്ള എല്ലാരും സംസാരിക്കല്ലടാ കണ്ണാപ്പി അണ്ണൻ സംസാരിക്കണ്ടേ ബാക്കി എല്ലാരും നിലക്കില്ലേ അവൻ സുഖം പിടിക്കണേട്ടോ അവൻ താഴെ തല്ലല്ലേ മാത്രം പിന്നെന്താ എഴുതുന്നുണ്ട് അണ്ണ ചൂടാവില്ലേ നിങ്ങള് ബ്രോ ടോക്സിക് അല്ലേ അയ്യോ ഇല്ലല്ല ഞാൻ ഡെയിലി ഒന്നും തല്ലുകൊള്ളാറുന്നില്ല കുറച്ചേരത്തെ ടീം വാട്സാപ്പ് മുന്നിട്ടടിച്ച് കയറ്റിയുള്ളൂ കുറച്ചപ്പോ ടീം ഞാനൊരു കാര്യം പറട്ടെ ഇങ്ങോട്ട് മിക്കാറ് ഇപ്പൊ തന്നെ ഉണ്ടല്ലോ പിടിച്ച് അവിടത്തെ കോലീഡർ വല്ല ആക്കിയെന്നോ പ്രൊമോട്ട് ചെയ്യും കേട്ടാ എന്നിട്ട് ഇറക്കിക്കൊണ്ടൊക്കെ പോണല്ലേ പുഴു എഴുന്നല്ലേ എഴുതുന്നത് ഞാൻ പുഴു എഴുന്നല്ലേ എഴുതുന്നത് അയ്യോ അയ്യോ അണ്ണ തല്ലല്ലേ അയ്യോ അണ്ണ തല്ലല്ലേ അയ്യോ അണ്ണ തല്ലല്ലേ ഞാൻ കൊണത്തില്ലല്ലോ ഇതെന്താണ് നിങ്ങൾ അറിഞ്ഞ എത്ര പേര് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എങ്ങോട്ടാ ഇങ്ങോട്ടാണോ ഞാൻ പതുക്കെ വരാൻ പറ്റത്തില്ലോ ദൈവം എന്ന് പറഞ്ഞേ മറ്റേ പട്ടിയുടെ ബിസ്ക്കറ്റ് എന്നോ അങ്ങനെയൊന്നും പറയില്ല അതായത് ക്യാരക്ടറിനെ വിട്ടിട്ടുള്ള ഒരു കളി ഹലോ 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 മാക്കേ കേക്കുന്നുണ്ടോ കേക്കുന്നുണ്ടല്ലോ ഹലോ 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 കേട്ടോ ഹലോ 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 ആ കേക്കാം കേക്കാം പറ ലോല കേട്ടോ ഓൺഗോയിങ് ആണ് അത് കഴിഞ്ഞിട്ട് ബാക്കി ഡീൽ ചെയ്താ പോരെ കോട്ടറിന്റെ അടുത്ത് വാർച്ചയായിട്ട് കിടന്ന് കൊണക്കല്ലേ പറയണേ മേക്കെ നിങ്ങൾ കണക്ട് ചെയ്തോ നിങ്ങൾ കണക്ട് ആ അതല്ലേ കോട്ടറിന്റെ അടുത്ത് പറയണേ ആ സ്റ്റീവിന്റെ അടുത്ത് പറയാൻ പറയാം ധാരാളം നടക്കണ ഫൽഗുണ
നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് പട്ടിത്തീട്ട നടക്കണ നടക്കണ കഴിയണോ ഷഡ്യാട്ടോ ഇല്ലില്ല എന്റെ ഉണ്ട് നമ്മുടെ അപ്പുക്കുട്ടനൊരു സിനിമ ഉണ്ടാക്കി തരികയാണ്. എല്ലാവരും കാണാൻ വരണേ. ഞാൻ ആ സിനിമ നാളെ ഡിലേ ആക്കല്ലോ വാ. ഓടി വാടാ. മാനിഫെസ്റ്റേഷൻ ആണ് അവസാനം. ഇന്ന് തന്നെ ഈ കൂട്ടി കയറുമെന്ന് അറിഞ്ഞില്ല. ഞാനിത് ചെയ്യൂലായിരുന്നു ചന്ദ്ര, ഞാനിത് ചെയ്യൂലായിരുന്നേ. കുറച്ച് ദിവസമായ ചന്ദ്ര, കുറച്ച് ദിവസം പറയാതിരിക്കാൻ വയ്യ. കുറച്ച് ദിവസമായി, അതുകൊണ്ട് ഞാൻ ഇതിന്റെ റിപ്ലൈ കൊടുക്കണത്. വേറെ ഞാൻ ഇത് ചെയ്യത്തില്ലായിരുന്നു. അപ്പൊ ഇവന് കടിയാണ്. വഴി നോക്കി പോയതാണ്. അപ്പൊ അവനൊക്കെ വല്ലാത്ത ഞാൻ കുറച്ച് ഇല്ലാത്തോണ്ട് എനിക്ക് അതിന്റെ ഇന്റൻസ് അത്രത്തോളം മനസ്സിലാവുന്നു ശരിക്കും. പക്ഷെ ഇത് മനസ്സിലാകത്തില്ല. ഇല്ലായിരുന്നല്ലോ, ഞാൻ ഇന്നൊക്കെയായിരുന്നു. വെള്ളമൊക്കെ കൊടുത്ത് കൊണ്ടുവരണേട്ടാ. ഇവന് ഭയങ്കര ഇതാന്ന് തോന്നിട്ടത് ആത്മാർത്ഥത. ബാക്കി നിന്റെ മറ്റൊന്നും അതല്ല സംഭവം എന്ന് വെച്ചാൽ അണ്ണന് മനസ്സിലായില്ലേ? അവൻ ഇങ്ങനെ ബസ് പറയും. അപ്പം ടി വി ഹോൾഡ് ഔട്ട്, ടി വി ഹോൾഡ് ഔട്ട്. മനസ്സിലായില്ലേ? അയ്യോ ഞാൻ അങ്ങനെയൊക്കെ വിചാരിക്കോ നിങ്ങളെ പറ്റി? നീ വിചാരിച്ചാലൊന്നുമില്ല കണ്ടി. ഇതുണ്ട് ഓയോടി ഓയോടി അപ്പൊ ഡാൻസ് കളിച്ചിട്ട് പോയതേട്ടാ. പക്ഷെ അറിയില്ല, എനിക്കൊന്ന് കാണിച്ചു തരുവാണെങ്കിൽ ഞാൻ അതുപോലെ ചെയ്യാം. പഠിക്കാം അന്ന് കാണിച്ചു തരാമെങ്കിലും ഡാൻസ് നീ കളിക്കണം. ഇല്ല മണിക്കൂർ കൂടെ ടൈം കൂടെ നീ കാണിക്കാത്ത ഓരോ പേരിനും റീസെറ്റ് ആയിക്കൊണ്ടിരിക്കട്ടെ. നീയൊക്കെ ഊമ്പിക്കൊണ്ടിരിക്കട്ടെ കുണ്ണ പോടാ. കുഴപ്പമില്ല. നിന്റെ അമ്മാർത്തത് നമ്മളെന്ത് ചെയ്യാൻ? എടാ നമുക്ക് തിരക്കൊന്നുമില്ല, നീ മറക്കല്ലേ. സ്പെല്ലിംഗ് സ്പെല്ലിംഗ് ആരെങ്കിലും പറഞ്ഞു കൊടുക്കാം. അവന്റെ ഡബ്ല്യു മാത്രമേ അറിയത്തുള്ളൂ. സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ ആരെങ്കിലും. റേജ് ബൈറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്, മനസ്സിലായി? അതാണ് തല്ലുള്ളി അവരോ ഞാൻ എവിടെ അവരോ തല്ലുണ്ടത്? എവിടെയായിരുന്നു? ലുങ്കി ഡാൻസ് ലുങ്കി ഡാൻസ് ലുങ്കി ഡാൻസ് ലുങ്കി ഡാൻസ്. അവനിവിടെ മറ്റേ അവാർഡ് വാങ്ങിക്കാൻ വന്ന് നിൽക്കുന്ന പോലെ അവനാ വന്ന് നിൽക്കുന്നത്. ഞാൻ എവിടെയാ തല്ലു കൊണ്ടേന്ന് അവൻ ചോദിക്കുക. പിന്നെ അവൻ എന്താ ജയിച്ചനാണ് ഇവിടെ നോസായിട്ടിരിക്കുന്നത്. ഞാൻ അറിയാൻ പറയട്ടെ, നീ ഞാൻ തല്ല് കൊണ്ടിട്ടില്ല. നീ തല്ല് കൊള്ളാതെ മനസ്സിലായി. വാർ ജയിച്ചനാണ് ഇല്ല. ഞാൻ ഫാൽക്കണിൽ ഒരു കാര്യം ചോദിക്കട്ടെ, വെയിറ്റ് ഒരു സെക്കൻഡ്. ബ്രോ തല്ലി കൊണ്ടില്ലെന്ന് പറഞ്ഞില്ലേ? ബ്രോനെ തല്ലിട്ടാണ് കൊണ്ടുവന്നത് ഇവിടെ. അതിനുള്ള ബോധമല്ലേ അവനെ? അവ ഈടിയാ. അതിനുള്ള ബോധമല്ല. അതല്ല ജയിച്ചെന്ന് വിചാരിക്കുന്നവനെ. അങ്ങനെ ഞാൻ വിചാരിക്കാറില്ല ബ്രോ. അത് മനസ്സിലായടാ. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് നിൽക്കുന്ന കുഴപ്പമില്ല, ഊരിക്കോ. ഷഡ്ഡിയായിട്ട് കാണുള്ളല്ലേ? പെർഫെക്റ്റ്.
ഇതാണ് കറക്റ്റ് ഷെഡ് ലാപ്പ് ഡാൻസ് ഇട്ടേ ലാപ്പ് ഡാൻസ് ഇട്ടേ ഇപ്പൊ ഒരു A class തല്ലുള്ളി പറയാതിരിക്കാൻ ഫിഗർ ഉണ്ട് നിനക്ക് തല്ലുള്ളിയുടെ എക്സാക്ട് തൽക്കാലം ലാപ്പ് ഡാൻസ് ഇട്ടോ അങ്ങോട്ട് കളിച്ചോ ഷഡ്യാട്ടം കളിയടാ നിന്റെ രസത്തിനനുസരിച്ച് കളിക്കാനൊന്നുമില്ല ഏടാ പൽഗുണ നീ എവിടായിരുന്നു ഇതിനു മുമ്പേ നീ എവിടായിരുന്നു ഇതിനു മുമ്പേ നിനക്ക് എന്തായിരുന്നു ജോലി അമ്പിക്കുട്ടൻ നല്ലതാണ് ഡാൻസ് ആനന്ദമേകുന്ന മുന്തും ലിബാസുകൾ നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോടാ നിനക്ക് നിന്റെ ബോഡി മൂവ്മെന്റ് കണ്ടാൽ അറിയാം എക്സ്പീരിയൻസ് ഷഡ്യാട്ടാറിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോടാ ലീഡർ ഷഡ്യാട്ടർ സ്പെഷ്യലിസ്റ്റ് ഇല്ല ഇല്ല ബ്രോ ഇല്ല ബ്രോ ലീഡർ ആരാടാ ലീഡർ ആരാടാ അയ്യോ കോഹ്ലിയുടെ ഇങ്ങനെയൊന്നും കളിക്കാറില്ല അണ്ണാ അവന്റെ ഗ്യാങ് ഡ്രസ് ഇടാൻ പറയണം ഗ്യാങ് ഡ്രസ് ഇട്ട് അടിച്ചത് അപ്പൊ കൂളിംഗ് ഗ്ലാസ് വരുമോ ചാണകത്തിന്റെ കൂളിംഗ് ഗ്ലാസ് വെച്ചാലേ അത്ര വലിയ രസമൊന്നും കാണത്തില്ല ആ ഓക്കെ ഓക്കെ അതുകൊണ്ട് വലിയ രസമുണ്ടാ ഇഷ്ടപ്പെടുന്നുണ്ടോ ഓക്കെ ഓക്കെ നിങ്ങളുടെ സന്തോഷമാണ് എന്റെ സന്തോഷം എന്റെ നീ ചിരിച്ചോണ്ട് കരയുന്നത് നിനക്ക് മാറ്റി തരാൻ ഞാൻ ചിരിച്ചോണ്ട് കരയുന്നതോ എനിക്കെന്ത് വിഷമം അറിയാടാ തല്ലുള്ളി ആടാ തല്ലുള്ളി തല്ലുള്ളി തല്ലുള്ളിയല്ല ഞാന് ചുമ്മാ കള്ളം ഇല്ലില്ല കുറവാ തല്ലൊന്നും മേടിച്ചിട്ടില്ലേ നിങ്ങൾ മേടിച്ചിട്ടില്ലേ നീ മേടിച്ചിട്ടില്ലേ നിങ്ങൾ മേടിച്ചിട്ടില്ലേ അതാണ് തല്ലുള്ളി എന്ന് വിളിക്കുന്നത് നമ്മളെ നിന്റെ അടുത്ത ആണോ ഞാൻ ബ്രോയിനെ ആദ്യമായിട്ട് കാണുന്നേ ആണോ അതാ പിന്നെ ഒരുപാട് തല്ലി മേടിച്ചിട്ടില്ലെന്ന് ചോദിച്ചെന്താ അപ്പൊ ഞാൻ മേടിച്ചിട്ടില്ല ഞാൻ മേടിച്ചിട്ടില്ല ബ്രോ മേടിച്ചിട്ടുണ്ടോ ഒരു വട്ടല്ലേ ബ്രോ ഒരു വട്ടം കിട്ടിയാലും തല്ല് തന്നെയല്ലോ അല്ല അല്ല ഡാൻസ് മതിയായോ നിന്റെ ഫിയറാണോ ഇവന്റെ ഹോസ്റ്റേജ് റീസെറ്റ് ആയിക്കൊണ്ടിരിക്കുക ഇടിക്കലേ ചത്തോ ചത്തോ ഇടിക്കലേ പൽഗുണ നിനക്ക് പോണെന്ന് ആഗ്രഹമൊന്നും ഇല്ലടാ റീസെറ്റ് ആയിക്കൊണ്ടിരിക്കുക മെസ്സേജ് വീണ്ടും ഡാൻസ് കളിക്കട്ടെ ആക്കില്ലാത്ത എന്ത് സുഖം ലാബ് ഡാൻസ് 2 ഐ ഡി ഡാൻസ് കളിക്കടാ ഐ ഡി കളിക്കേ സ്റ്റെപ്പൊക്കെ അറിയാം കൊള്ളാം കൊള്ളാം ഇവന് ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ടാ ഇവനെ ഇത് ആരും പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ ബോഡി മൂവ്മെന്റ് കണ്ടാലോ അറിയില്ലേ അതാ ബോഡി മൂവ്മെന്റ് ഉണ്ടല്ലോ ഷഡ്ഡി ഡാൻസ് ഇവനെ ആരോ പ്രത്യേകിച്ച് പഠിപ്പിക്കുന്നുണ്ട് ട്രെയിനിങ് കൊടുക്കുകയാടാ ട്രെയിനിങ് ഉണ്ട് ആ കറക്റ്റ് 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 നല്ല വഴക്കൊക്കെ ഉണ്ടല്ലോടാ അവന്റെ പേരല്ലേടാ പിന്നെ ഇതൊക്കെ അറിയാണ്ടിരിക്കടാ
കുമാരി സിക്കി മുക്കി ദിക്കി വിക്കിത് കുമാരി നെഞ്ചി പിമ്മി പിമ്മി പമ്മി നിക്കിത് കുമാരി കിട്ടതേ കുമാരി സുകുമാരി എന്നൊരു മലരടി മലറുക്കുള്ളടി കുമാരി സിക്കി മുക്കി ദിക്കി കുമാരി നെഞ്ചി പിമ്മി പിമ്മി പമ്മി നിക്കിത് കുമാരി എൻ വാർത്തൈ കടൽ വെട്ടി വിട്ടതേ. ആൾക്കാർ നീ ഗ്യാങ്ങിൽ ഇറങ്ങിട്ടെ ബസ് സ്റ്റാൻഡ് ഉണ്ട്, ബസ് സ്റ്റാൻഡ് കേട്ടോ. ഇതിന്റെ ആവശ്യം എനിക്കില്ല. ഡെയിലി തല്ലോണ്ട് വരുമല്ലോ, അപ്പൊ ഇങ്ങനെ നീ ജീവിക്കേണ്ടി വരും. കുഴപ്പമില്ല, ഇങ്ങനെയല്ല എല്ലാരും പഠിച്ചു വന്നത്. അല്ലണ്ട ഇവന് ഗ്യാങ്ങിൽ ഇറങ്ങിയാൽ ഒരു തൊഴിലറിയാലോ, അതിന്റെ വലിയ കാര്യമല്ലേ. ഗ്യാങ് ഇറങ്ങിയ എല്ലാരും തൊഴിലാണ്. മനസ്സിലാടാ, പാട്ട് തീർന്നായി. അത് കുഴപ്പമില്ല, ഡാൻസ് കളിച്ചോ. കക്കൂസ് ചെയ്യാലോടാ, അവനാ ഷെഡിട്ടാടാനുള്ള ഇഷ്ടം കണ്ട പാട്ട് തീർന്നല്ലോ. അടിപൊളി 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 കിടല ഡൗട്ടായിട്ട് ചോദിക്കണം, നിങ്ങൾക്ക് ഈ ഷെഡ് ആയിട്ട് ആടുന്ന ഇഷ്ടം എന്ന് പറഞ്ഞാൽ നിങ്ങളെ വേറെ ആൾക്കാർ ഹോസ്റ്റലായിട്ട് കൊണ്ടുപോകുമ്പോ ഇങ്ങനെ ഷെഡ് ഇട്ട് അടിക്കാറുണ്ടോ? ഇല്ല, ആടാറില്ല, ഞങ്ങൾ തന്നെ ആടി കൊടുക്കും. അല്ല, നോർമലി ഞാൻ നിന്ന് കൊടുക്കാറില്ല, അങ്ങനെ ഇഷ്ടപ്പെട്ട ഇങ്ങനെ നീ പാട്ടൊക്കെ നിന്ന് പോയത് നമ്മളെ ഓർമ്മിപ്പിക്കണം. നമ്മളവിടെ നിർത്താൻ വിചാരിച്ചെന്നാ, അപ്പൊ നീ നമ്മളെ പാട്ട് ഓർമ്മിപ്പിക്കണം. അയ്യോ സോറി ബ്രോ, സംസാരമൊക്കെ കേട്ടിട്ട് എനിക്ക് ഇടിക്കല്ലേ, ചത്തോ ചിലപ്പോ. അത് നോക്കട്ടെ, തപ്പിട്ട് വെയിറ്റ് ചെയ്യാം. സറണ്ടർ അടിച്ചിരുന്നീ, കാരണം നിന്നെ കൊറേ നേരം ഇതാണ് നീ ഓർക്കണം, മനസ്സിലായോ? എടാ ഒരു കഥ പറ, ഒരു കഥ പറഞ്ഞ് നമ്മളെ ചിരിപ്പിച്ചു കഴിഞ്ഞാൽ കഥയോ അറിയണോ? ഇങ്ങനെയല്ലേ പഠിക്കണേ. മാറ്റി പറയാൻ കഴിവുള്ളവനല്ലേ നീ എന്താടാ നിനക്കൊന്നും അറിയാത്ത പോലെ നീ ഇവിടെ നടന്ന കാര്യം വേറെ സ്ഥലത്ത് പോയി മാറ്റി പറയുന്ന ടീമിലടാ. നിനക്കാണോ ബുദ്ധിമുട്ട്? നീ പറയണ കഥ പറയടാ, കഥ പറയണ, ഉണ്ടാക്കി പറയടാ, ഉണ്ടാക്കി പറയടാ, ഉണ്ടാക്കി പറയടാ, ഉണ്ടാക്കി പറയടാ. സെറ്റിയില് ലൈവില്ല, ലൈവില്ല, ലൈവ് സ്ട്രീം ഇല്ല. എടാ ഞാൻ നിനക്ക് രണ്ട് ഓപ്ഷനോ, ഒന്നല്ലെങ്കിൽ നീ പാട്ട് പാടാം, അല്ലെങ്കിൽ കഥ പറയാം. പാട്ട് പാടാം, പാട്ട് പാടാം. കാക്കേ കാക്കേ കൂടെ ഇവിടെ ഇത് നിന്റെ വീട്ടില്, ഇത് നിന്റെ വീട്ടില്, ഇത് നിന്റെ മാറിന് വരാത്തണ്ടായിരുന്നില്ല. അവൻ വരുമ്പോ പാടിക്കൂടെ, മനസ്സിലായോ? കാരണം ഇതിന്റെ അച്ഛനെ മനസ്സിലായില്ലേ? മനസ്സിലായോ? നീ ഇവിടെ നിന്ന് കൊണക്കേ ബ്രോ, എന്താ വീട്ടുകാരൊക്കെ വിളിക്കുന്നേ? അവനെ അമ്പീനെ വിളിക്കണം. നിങ്ങള് പറയുന്നുണ്ടല്ലേ ബ്രോ? അണ്ണ ഇവന്റെ അടുത്തൊന്നും ദയ കാണിക്കണം, ഇവനൊക്കെ കക്കൂസ് കഴിക്കണം. വായിക്കാറിയടാ. ഞാൻ കൺവേർട്ട് ചെയ്തില്ലല്ലോ ബ്രോ, എനിക്ക് അതിന്റെ കഴിവൊന്നുമില്ല. കൺവേർട്ട്
ഫൽഗുണ തന്നെയാടാ. ബ്രോ ഞാൻ കൺവേർട്ട് ചെയ്തില്ല ബ്രോ, ഞാൻ കൺവേർട്ട് ആരാടാ പിന്നെ ചെയ്തപ്പോൾ നിന്റെ തോന്നുന്നു. വീട്ടുകാരെ പറഞ്ഞൂടെ? വീട്ടുകാരെ പറഞ്ഞതിപ്പം ഇതേ ബാക്കി നിൽക്കുന്ന പയ്യൻ ഏത് പയ്യൻ എന്താ പറഞ്ഞു നീ നിന്റെ വീട്ടിൽ എന്റെ വീട്ടിൽ പോയി വിളിയൊക്കെ പറഞ്ഞു. നിന്റെ വീട് ക്യാമ്പസ് അല്ലടാ. അങ്ങനെയായിരുന്നു. ഓക്കെ അങ്ങനെയായിരുന്നു ഉദ്ദേശിച്ചത്. ഞാൻ മാറിപ്പോയതാ ബ്രോ. ഞാൻ എന്റെ ഭാഗത്ത് മാറിപ്പോയതാ ബ്രോ. മനസ്സിലായി. നിന്റെ വീട്ട് മറ്റേ അയലോക്കത്ത് ബാക്കിയുള്ളവർ ഓപ്പോസിറ്റ് ഇരിക്കുന്നവരെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് വന്ന് വിളിക്കത്തില്ല നമ്മള്. ഓക്കെ മനസ്സിലായോ? കേട്ടാ കണ്ടി ഞാൻ അന്വേഷണം വിളിച്ചിട്ടൊന്നുമില്ലല്ലോ. എന്നാ ഓസ്ട്രേലിയ പറയണ്ട പണ്ടത്തെ പറയല്ലോ ഓസ്ട്രേലിയ വെച്ചിട്ട് ഇത് ഇതാക്കാനോ എന്റെ ഇല്ല ഞാൻ മാനം കളിക്കില്ല. സൂപ്പർ പ്ലെയർ ആണ്. എനിക്കിത് ദയ ബ്രോ. ഇങ്ങോട്ട് അങ്ങോട്ടല്ല ഇത് അവൻ നമ്മളെ ഡൗൺ ആക്കിയത് കാണിക്കണം. ടൈം നോക്കണം. അവൻ ഫിയർ കാണിക്കില്ല. പിന്നെ ടൈം അവനൊരു ഫിയർ കാണിച്ചിട്ടില്ല ബ്രോ. ഫിയർ കാണിക്കാത്ത 2 ടൈം. എടാ ഈടി ഈ വഴിയൊക്കെ നോക്കി വെച്ചത് ഡെയിലി വരുന്നത് നീ എന്നും തല്ലുള്ളൂ നീ. എടാ ഫാൽക്ക നീ ഇത്രയും ചിന്തിച്ചാ മതി. സിറ്റിയിൽ അടുത്തൊക്കെ കൊറേ നാളായി. നീയാണാ ഭാഗ്യവാൻ. എന്നാ ടൈമിന് ഫിയർ കാണിക്കുന്നില്ലല്ലോ. അണ്ണാ ഞാനുണ്ട്. ഇവൻ ഫിയർ കാണിക്കുന്ന അപ്പം തൊട്ടാണ് ഇവന്റെ ടൈമിങ് എണ്ണ. അവൻ മാസം അടിച്ചോണ്ടിരിക്കും. അവൻ ടൈമില്ല. എനിക്കൊരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ അവന് പറഞ്ഞ എനിക്കിവിടെ ബാൻ കിട്ടും. അതുകൊണ്ട് ഇത് സംഭവം അന്നെ കൊണ്ട് പറയിപ്പിച്ച് മറ്റേ ഹോൾഡ് ആയിപ്പിക്കാനുള്ള പരിപാടി പറയണ്ടോ? വെളിപ്പറ ഫ്രസ്ട്രേഷൻ ആണ്. അത് എന്തിന്റെ പുറത്താണ് ഫ്രസ്ട്രേഷൻ? ഞാനിത് കാണിച്ചു കൊടുക്കാം അവന്. കുറെ ദിവസം ഈ കണ്ടിയൊക്കെ മറ്റേ ലൈവ് ആപ്ലിക്കേഷന്റെ പേരെന്താണ്? അതില്ല. അപ്പം കഴിക്കോ എങ്ങനെയാ പണ്ട് പരിചയമുള്ള അമ്പി കഴിവ്. അയ്യോ അമ്പി കഴിവടാക്കോട്ടെ. അല്ല ആദ്യത്തെ മതി പറ്റത്. ഇതാണോ ലെഗസി എന്ന് പറയുന്നത്? അല്ല ഈ തുടക്കുന്നത് ലെഗസിയുടെ ഭാഗമാണോ? അല്ല ഇത് ഞാൻ ആദ്യമായിട്ടാണല്ലേ. പറമ്പിൽ പോയിട്ടാണ്. അല്ല ഞാൻ അങ്ങനെയല്ല. ഞാൻ വേറൊരാളുടെ സ്ഥലത്ത് വന്നിട്ട് കഴിക്കുന്നത് ആദ്യമായിട്ടാണ് ഉദ്ദേശിച്ചത്. അതിനെങ്ങനെ ഊരിട്ടോണ്ടിരിക്കല്ലേ? പിന്നെ എങ്ങനെ നീ നിന്നെ ഒരു ഭാഗത്തേക്കില്ല. മനസ്സിലായി? ഊരിയിടരുത്. എന്നാലും കൂടെ വരാനൊക്കെ പറ്റുള്ളൂ. മനസ്സിലായി? അത് എന്തുകൂടെ നീ സ്വപ്നത്തെ വിചാരിച്ചാ നിന്നെ എടുക്കുമെന്ന്? ഇല്ല എന്നെ എടുക്കുമെന്ന് എനിക്ക് ആദ്യമേ അറിയായിരുന്നു. നിന്നെ മാർക്കറ്റ് പ്ലേസ് ഇട്ടുണ്ട്. അപ്പൊ നിനക്ക് മനസ്സിലായാലും നിങ്ങളെ മെഴുകുമെന്ന് മനസ്സിലായാലും എന്റെ കയ്യിലിരിക്കണമെന്ന് കുഴപ്പമില്ല. അപ്പൊ നീ വരുന്നതിന് മുമ്പ് മെഴുകുമെന്ന് അറിയായിരുന്നു. അതൊക്കെ പഠിച്ചു. സിറ്റിയിലെ അബ്ബാസ് ആണ്. പഠിച്ചറിഞ്ഞല്ലേ?
ബ്രോ പോത്തിറച്ചിയാണ് കഴിക്കുന്നത് എല്ലാ ദിവസവും ഭയങ്കര തൊലിക്കെട്ടി ആണോ ചെറുങ്ങനെ ഫോട്ടോ എടുക്കട്ടെ. ഇല്ല നീ ചെയ്തോ നമ്മൾ പറയാം. നീ പരിപാടി എടുത്തിട്ട് ഇതിന് കയറുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ കേട്ടാ. എന്തൊക്കെ പരിപാടിയാടാ, എന്തൊക്കെ പരിപാടിയാ. പാലത്തിനടി പോയി നിനക്ക് എന്താ അറിയാത്തതിന്റെ കുറവ്. അവൻ ടഫാവാൻ നോക്കാം. മൾട്ടി ടാലന്റഡ് ആണ് ഇവൻ. ബ്രോ ഞാൻ കാര്യം ചോദിക്കട്ടെ, വേണമെങ്കിൽ നമ്മൾ ഒരു സെക്കൻഡ് നമ്മൾ എല്ലാരും ഇറങ്ങിത്തരാം ഇവിടുന്ന്. പൊട്ടിക്കരാം ഓക്കെ പ്രിറ്റൻഡ് ചെയ്യല്ലേ നീ ഇങ്ങനെ ഭയങ്കരമായിട്ട് നമുക്ക് വിഷമം നമ്മൾ ഇറങ്ങിത്തരാം. നീ ഇനി വായടച്ച് മിണ്ടാതിരുന്ന് ഇവിടെ കഴിവാണെങ്കിൽ നിനക്ക് പെട്ടെന്ന് പോവാം. ഇല്ലെങ്കിൽ ഇവിടെ കഴുകിക്കൊണ്ടിരിക്കും. മനസ്സിലായ നീ ജീവിതകാലം മുഴുവൻ ഇവിടെ ഇരുന്ന് കഴുകിക്കൊണ്ടിരിക്കും. നമ്മള് പ്രിയവാദം കളിക്കുമ്പോഴും നീ ഇവിടെ കഴുകിക്കൊണ്ടിരിക്കും. മനസ്സിലായ നീ അവിടെ കളിക്കാൻ പോലും കാണത്തില്ല. നീ ഇവിടെ ഇരുന്ന് കഴുകു. അതാണ് വേറെ പ്രശ്നം. അവന്റെ ആഗ്രഹം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമ്മളൊന്ന് പറയുമ്പോ അവൻ രണ്ട് പറയാം. അപ്പം മിസ് മനസ്സിലായി. അതാണ് അവന്റെ ആഗ്രഹം. കഴുകട കണ്ടി ഉണ്ടായിരുന്നു. കഴുകട കണ്ടി കണ്ടി കഴുക. MRC അബ്ബാസെ കഴുകു. നീ കണ്ടി കഴുകടാകട്ടെ. ഇന്നോട്ടെ ഫാൽഗുണല്ല MRC അബ്ബാസിന് ശേഷം ഇത്ര ഒരു നീതി പുലർത്തിയ ഒരു വയ്യ മാത്രമല്ല. സത്യം ആർപിക്കാരൊക്കെ കൊളാബറേഷൻ വിളിക്കും. പോണം കേട്ടോ. അല്ല ഇപ്പൊ ആർപിക്കിന്റെ കൊളാബിനൊക്കെ നല്ലതാണ്. ഗാങ് ഫണ്ടൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കാം. സ്റ്റാർ ആണ് കേട്ടാ ചണ്ടി കൊളാബറേഷൻ. എന്തൊക്കെ തന്നെ കൊളാബറേഷൻ കിട്ടും നിനക്ക്. നീ ഇന്നത്തോടെ സ്റ്റാർ ആയി. അബ്ബാസ് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് വാസന കണ്ടിട്ടുണ്ട്. കൂളിംഗ് ഗ്ലാസ് ഒക്കെ തീട്ടത്തിന്റെ മഞ്ഞ 34 എനു ശേഷം ചേട്ടാ അറിയാന്നാ തോന്നുന്നേ. വിൻസെന്റിനെ പരിചയം അറിയാം. അവനൊക്കെ after the hostage situation. നീ കഴിയുന്നത് മാർക്കറ്റ് പ്ലേസ് ഇട്ടുണ്ട്. എന്നെ ആൾക്കാർ വിളിക്കും കേട്ടത്. അതൊക്കെ ആയിട്ട് പോവാ. ഇപ്പൊ നിന്റെ വില 1 രൂപയാണ് കേട്ടോ. ടൈം നോക്കണം. ടൈം നോക്കണം. ഡിമാൻഡ് ഇല്ല. കുറവാണ്. തല്ലാൻ വരും. ഇവനൊക്കെ അടികൊള്ളുമ്പോ കൂടെയുള്ളവന് വണ്ടിന്ന് പോലും ഇറങ്ങിയിട്ടില്ല. അവന്മാരൊക്കെ കൊണ്ട് ഇപ്പൊ തല്ലാൻ വരും. എന്താ ഇങ്ങനെ കളിക്കുന്നേ? MRC better than TV. നീ MRC മറ്റേ കുണ്ണല്ലടാ. നീ MRC കുണ്ണ പറഞ്ഞ നമ്മളതിന്റെ വിശ്വസിക്കണം. പോളെ കുണ്ണേ MRC കുണ്ണ വന്നിട്ട് പറയണ MRC is better than TV എന്ന്. പിന്നെ ഞാൻ വന്ന് പറയണ TV is better than MRC എന്ന് പറയട്ടെ. ചാറ്റി വന്നിട്ട് കൊത്തനാളെ കുണ്ണേ. ഇതൊക്കെ എത്ര പയ്യന്മാരാണ്. വേറെ ആരെങ്കിലും പറഞ്ഞ പിന്നെ സമ്മതിച്ചു. എങ്ങനെയുണ്ടാ? ഇഷ്ടപ്പെട്ടടാ? ഗ്യാങ്ങിന്ന് ഇറങ്ങിയാലോ? ഗ്യാങ്ങിന്ന് ഇറങ്ങി കഴുകാൻ പോയാലോ? എന്ത് പറയുന്നത്? നിന്റെ ഒഫീഷ്യൽ ഓഫീസ് അടുത്തോട്ട് പറഞ്ഞ കഴിവിക്കോ. എന്താ
അവന്റെ ലെഗസി അമ്പി പോയിട്ട് കേട്ടോ അമ്പിക്കുട്ട ബൈ ബൈ. സോറി വേണം കഴിക്കുന്നതായിട്ട് പോയാ പോയി പോയി പോയി. പക്ഷെ ഐഡിക്കുണ്ട പോയല്ലോ. എന്നിട്ട് ചിരിച്ചോണ്ടിരിക്കുന്നു പയ്യെ. എന്ത് വില കൊടുത്തു 5 കൊല്ലത്തിലെ മെസ്സി പോലെ വന്ന് പുഴുത്തി ടീവേ വാണോ നിന്റെ തന്തയും വാണോ? നിന്റെ തന്ത ഉണ്ടല്ലോ അവനും വാണോ? അവനെ വാണോന്ന് വിളിച്ചോ കേട്ടോ. ടി വി മാത്രല്ല എന്റെ തന്തയും വാണോ. ഓക്കെ.